അപ്പൊ എല്ലാ ദിവസവും എന്റെ വീഡിയോ അല്ലേ നിങ്ങൾ കാണുന്നത്, എന്റെ ഫേസ് ഒക്കെ അല്ലേ കാണുന്നത്. അപ്പൊ ഇന്ന് ഞാനൊന്നും മാറ്റി പിടിക്കാന്ന് വിചാരിക്കുക. എന്റെ ഒരു ഫ്രണ്ട് കന്നഡ, ബേസിക്കലി കന്നഡയാണ് അവര്. അപ്പൊ അവരുടെ ഒരു സ്പെഷ്യൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യണത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം, അവിടെ ചെന്നിട്ട് ബാക്കി. ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്. ഞാനും രാധയും ഒരുമിച്ചാണ് ഇവിടെ താമസം തുടങ്ങിയത്. 10 year ആയി. രാധ എന്നാണ് പേര്. രാധയുടെ ഹസ്ബൻഡ് ജയകുമാർ, 2 മക്കള്. അപ്പൊ ഞാനിങ്ങനെ ആവശ്യപ്പെട്ടു, എനിക്കൊരു വീഡിയോ ചെയ്യണം, മലയാളികൾക്ക് കർണാടക റെസിപ്പി വേണം എന്ന് പറഞ്ഞു, ഒന്ന് കാണണം എന്ന്. അങ്ങനെ ഒരു റിക്വസ്റ്റ് തന്നായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഓർത്തുന്ന രാധയോട് പറയാം. അപ്പൊ രാധ പറഞ്ഞപ്പോ തന്നെ രാധ ഭയങ്കര റെഡി എന്ന് വെച്ച പോലെ എന്നാണെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് റെഡിയായി. അപ്പൊ ഇന്ന് ഫ്രീ ആയി, നമ്മളെല്ലാരും ഫ്രീ ആണ്. അപ്പൊ ഇന്ന് രാധയുടെ വക ഒരു റെസിപ്പി നമുക്ക് കാണാം. Today I'm just teaching how to make ragi mudde. That's a Karnataka special where you can eat the diabetes, everybody. That's a millet this thing. So you can eat it whoever you want. Like you'll get energy. Traditional food, no? Traditional and with the chicken sambar and it. So I'll just show Jayashree how to make it. We will prepare the sambar. കർണാടക പീപ്പിൾ എന്ന് വെച്ചാല് എല്ലാ ചാറ് കറി, നമ്മള് സാധാരണ നമുക്കൊരു സാമ്പാറേ ഉള്ളൂ ആകെ, ഇഡ്ഡലി സാമ്പാർ. ബാക്കിയൊക്കെ നമ്മൾ കറിയാണ്, മീൻ കറി, ചിക്കൻ കറി, അങ്ങനെയല്ലേ നമ്മൾ പറയണത്. പക്ഷെ ഇവര് കർണാടകക്കാര് ബേസിക്കലി അവർ പറയണത് സാമ്പാർ, ഫിഷ് സാമ്പാർ, ചിക്കൻ സാമ്പാർ, അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ രാധ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ സാമ്പാർ വിത്ത് റാഗി മുദ്ദ. റാഗി മുദ്ദ എന്ന് പറയുന്നത് ഒരു മെയിൻ ഫുഡാണ് ഇവിടത്തെ. ഇപ്പൊ നമ്മള് ചോറൊക്കെ കഴിക്കണ പോലെ ഇവര് ബേസിക് ആയിട്ട് കഴിക്കുന്ന ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് റാഗി മുദ്ദ. അത് നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ലേ, റാഗി കുറുക്കുണ്ടാക്കി കൊടുക്കില്ലേ, ആ ഒരു സെയിം സാധനം തന്നെയാണ്. പക്ഷെ പാലൊന്നും ചേർക്കത്തില്ല. അപ്പൊ ചൂടുവെള്ളത്തിൽ ചുമ്മാ ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ഉണ്ടാക്കി കാണിച്ചു തരും ആ പ്രിപ്പറേഷനൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീട്ടില് പരീക്ഷിക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്, കാൽസ്യം നല്ലോണം ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ ആളുകളൊക്കെ ജോലിക്ക് പോണേക്കുമ്പ് ഇതൊക്കെയാ കഴിച്ചിട്ട് പോണത്. അപ്പൊ നല്ല ഒരു ഹോൾ ഡേ അവർക്ക് എനർജി കിട്ടും. അപ്പൊ നമുക്ക് കാണാട്ടോ. ദിസ് ഇസ് ഫോർ ചിക്കൻ കറി. Chicken curry. For this we need garlic, onion, ginger, methi, pudina and coriander leaf, chakke, lavanga, tomato, and a small piece of stone flower. This is gasadase. And powders are like a little bit of sambar powder, little bit of chicken masala, and coriander powder and chili powder. This is chili powder and coriander powder. Okay. And a coconut oil. Okay. So these are this all is sambar powder. You only prepare at home, no? No, my mother prepares it and she will do it. പൊട്ടുകടലയാണ്. നമ്മളൊക്കെ പൊട്ടുകടല അധികം യൂസ് ചെയ്യില്ല. പക്ഷെ ഇവിടെയൊക്കെ ചട്നിയിലും ഒക്കെ ഇടും. തിക്ക് ഗ്രേവി വരാൻ വേണ്ടിട്ട് ഇവര് ഇതില് ആഡ് ചെയ്യും. അത് ആദ്യം പറയാൻ മറന്നുപോയി. This one. I'm just adding that little. That aroma is coming. See? No? That flower only. That gives a good smell. Yeah. So after 2 minutes, I'm just adding this tomato. Okay. And this leaves. I'll just add this while doing tadka. Okay. Methi. കടുക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക് താളിക്കില്ലേ, അതിനെ പറയുന്നത് കടുക്ക. Little bit of turmeric powder. Red chili.
red chili I'm adding little. Okay. Actually, last time there was function in my mother's place, where in that dhania only they have ground chilies also. Oh. So that is also having more this is spicy. Oh. So I'm just adding this red chili. This homemade? Homemade. Only this thing, we had some function, family function in our house. Mother's place. കർണാടകയിലെ എല്ലാവരും മസാലകളൊക്കെ പൊടിച്ച് സൂക്ഷിക്കും. നമ്മളെ പോലെ പാക്കറ്റിലൊന്നും മേടിക്കില്ല. എല്ലാവരും ഉണക്കി പൊടിച്ച് എടുക്കും. ഇഷ്ടംമാരെ മില്ലുകളൊക്കെ ഉണ്ട്. Summer what they do, no? Because at that time in the summer they can dry all the chili and otherwise the rest of the time rain or some moisture will be there. So usually in the summer time they'll make it for whole year or minimum 6 months once they will prepare and keep it in the storage. And even ragi also, no? Ragi also like monthly once. Especially now adding a chicken masala, you get it in D-Mart. I love this aroma actually. So I'll just add a chicken masala. So quarter spoon of this thing, chicken masala and a little bit of sambar powder. Okay. Sambar powder, what I told you, that vegetables are burning. So for that, I'm just adding this. Okay. So all powders are over. Giving a mix. Okay. So no need to cook now. Nothing. Okay. I've already switched off the this thing, stove. So now I'm just waiting for it get full. Okay. So once it gets full, so we can grind it. Okay. After it got full, I'm just putting inside the grinder. The paste. They put all added everything like dry powders, everything. So. Mustard you add? For this, adding a little onion. This maybe soap was there, no? Cutting and adding. ഇതിപ്പോ ഇതിനകത്ത് നമ്മള് കടുക് താളിക്കില്ല എന്ന പോലെയാണ്. കടുക് ഇട്ടിട്ടില്ല, പക്ഷെ എണ്ണ ഒഴിച്ചിട്ട് എന്താണ് സവാള വഴറ്റി, പിന്നെ ആ മേത്തിയുടെ ഇല, മേത്തി കുട്ടികളൊന്നും കഴിക്കില്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ, ശ്രാബയുടെ ഐഡിയയാണ്. കുട്ടികളെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് ചിക്കൻ ഇതിലാഡ്. I've taken almost like 1 kg of chicken and fish. Okay. Salt last will add. Salt I'll add it. Okay. For this I'm adding salt. How much ever it is for chicken I'm just adding. Then later we can taste it. Okay. This tastes good for dosa, chapati, as well as particularly for rice and mudda. Close a little. Two whistles. Two whistles are enough for this. Chicken will cook fast. So by that time we'll prepare for mudde. Mudde will be very easy where it will be prepared. But I don't know, people will ask how much difficulty to stir everything. And today I'll show you the easy way where everybody can eat. For mudde I have kept 1 glass of water. I'll switch on the stove. For this I'm adding a pinch of salt. മുദ്ദ ഉണ്ടാക്കണത് നമ്മള് ഇടിയപ്പത്തിന് കുഴക്കില്ലേ എന്ന പോലെയാണ്. ആദ്യം വെള്ളം ഒഴിച്ച് അതിനകത്ത് ഉപ്പിട്ട്. Spoon of ragi powder. In that water? In that water only. Okay. I've added 1 glass of water for that. And a pinch of salt. I'm just adding a butter. Little butter.
My daughter is particularly picky. Ghee. That's the Even problem. Vismaya also like very So much. I will just add it wherever in the tadka, wherever it is there for the Yeah. palav, everything. I'll just add In it. lunch box also I keep one small piece butter. Butter. She likes that taste. So this one wheel over. I think we are getting good aroma. So once the water is boiling, then only you need to put the ragi powder. I'm just putting one bowl of powder. If it becomes thick, you can add powder into this. If it becomes hard, then you can add hot water. So however the content you can just add it. And people are scared. Usually what happens, so this is the stick what they use to stir and do it. If it's a large quantity, if you are making, if the guests are too many, then. But I can show you in this normal, the wooden stick, whatever we are doing. In that only I'm just showing because they'll get used to it. Otherwise, if I they'll get scared. So whatever it is available at home, like wooden spatula and all, you can use it. So this one I have completed the 3 videos. So I'm thinking of the sambar. It's boiling, leaving the this thing. After 30 seconds, you need to wait. So after that, just stir it. Just stir it. That's it. Very easy actually. In spite of chapati, doing chapati and all, this is very easy actually. So once you stir it, make it sim. Just keep stirring. Just keep stirring. So now this is the consistency. No lumps, of the nothing. No lumps. If you want, you can add butter now also. If you are not eating and not, you can add butter now also. In this normal spatula only, I'm just making like this. So that no lumps will be there. You see that no lumps will be there. If it becomes hard, just put in hot water, little hot water. If it becomes too thin kind of thing consistency, then add powder. See, now I think once it is boiling, no, you are getting that smell. Mudde smell. So that. See how nicely that. No lumps, nothing. No lumps. Just add a butter. Little butter. നമ്മുടെ നാട്ടില് കപ്പ ഇളക്കണ പോലെയാണ്. അമ്മച്ചിയൊക്കെ ഇതുപോലെ ഏതോ ഒരു ഇതൊന്ന് അടക്കാമരത്തിന്റെ തടി എടുത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കും, നല്ലോണം ഇളക്കി മിക്സ് ആക്കണം കോക്കനട്ടും ഇതൊക്കെ ആയിട്ട്. എന്നാ പോലെ It is almost done in this only. If you are doing in large quantity, that is required actually. If you are 1 or 2 people are there at home, this is enough. Just see that no lumps will be there. Just if you stir it, you'll get it. See, almost all in this only I made actually. Now I'll switch off the stove. After people, I'm taking it off. Nice smell is coming. ആ പൂവ് ബിരിയാണി പൂവിന്റെ സ്മെല്ലാണ് വന്നത്. Very little bit of that aroma. നല്ല അരോമ. ഇത് പുതിയ ഡിഷ് എല്ലാരും ട്രൈ ചെയ്യട്ടാ. മലയാളീസ് കർണാടക ഡിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഒരു വെറൈറ്റിക്ക് നോക്കാം. ഈസിയാണിത്. അധികം സവാളയൊന്നും ആഡ് ചെയ്തിട്ടില്ല അവര്. നമ്മളൊക്കെ അല്ലേ കുറെ സവാള വെട്ടിക്കണ്ടിച്ച് തക്കാളിയൊക്കെ ഇട്ട് അത് വഴറ്റി കുറെ നേരം വഴറ്റി പിന്നെ മസാല ഇട്ട് അങ്ങനെയൊക്കെ. ഇത് ഈസിയാ അല്ലേ? ഈസി. Very easy. You can try. Yeah. Even I also try. Non-veg means, however we make means, they will eat. Kids will not open their mouth only. They will eat nicely. They'll enjoy the food. ചിക്കൻ അധികം വേവില്ലല്ലോ, വേഗം വെന്തോളൂ. 2 വിസിലും 2-3 2 വിസിൽ
3 whistles. 3. 3 whistles. ഇന്ന് ഞങ്ങൾക്ക് ലഞ്ച് വിടുന്നു കേട്ടോ. രാധയുടെ വീട്ടിൽ നമ്മള് ചിക്കൻ കറിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഇവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെള്ളം തരും കേട്ടോ ഗ്ലാസ്സിൽ. ആദ്യം ഒരു വീട്ടിൽ ഞാനും വിസ്മയും കൂടി പോയപ്പോൾ ഇതുപോലെ ഞങ്ങള് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഞങ്ങൾ ഓർത്ത് ഇത് എന്താന്ന് ഗ്ലാസ്സിൽ ഇങ്ങനെ നോക്കുക, നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതേ കൊണ്ടുവന്ന് ചായ തരും, അങ്ങനെയല്ലേ. ഇതിപ്പോ ആദ്യം വെള്ളം തരും. ഇനിയിപ്പോ പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുങ്കുമം അർച്ചന ചെയ്യിക്കും. നമുക്ക് ഒരേ സിസ്റ്റമാണ്, പുതിയ സിസ്റ്റം. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. അത്യാവശ്യം അറിയാം, നമ്മൾ പറയുമ്പോഴൊക്കെ അണ്ടർസ്റ്റാൻഡ്. She can understand what we are telling, but speaking is difficult. That also we will teach. I will learn definitely. Yeah. Okay, then. Thank you so much.